ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതൻ നോട് അമ്മ ചോദിക്കുകയാണ്, എടാ ഇപ്പോൾ മീനാക്ഷി ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പോൾ അകത്തായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. അവൾ അങ്ങനെ സത്യസന്ധത അല്ലാത്തൊരു ജോലിക്കാരിയല്ല, നല്ലൊരു കുട്ടിയാണല്ലോ അവൾ. പിന്നെ അവൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ ബലമായ സംശയം നിങ്ങളിൽ ആരെങ്കിലും അവളെ കുടുക്കിയതാണോ? ഇതിലൊരു പങ്ക് അച്യുതാ നിനക്കുണ്ടോ എന്ന് വീണ്ടും ഇന്ദിരാമ്മ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ അച്യുതന് ദേഷ്യം വന്നിട്ട് പറയണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത്? അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ജയിലിൽ കിടക്കണം. ഇല്ലെങ്കിൽ അവൾ സത്യം എന്താണെന്ന് അവൾ തന്നെ തെളിവോടുകൂടി കൊണ്ടുവരട്ടെ, എന്നിട്ട് അവൾ രക്ഷപ്പെടട്ടെ. കോടതിയിൽ പോയി സത്യം തെളിയിച്ചാൽ അവൾക്ക് രക്ഷപ്പെടാമല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കണം. അതിന് ഞങ്ങളെന്തിനാ അമ്മ ഇങ്ങനെ സംശയിക്കുന്നത്? വെറുതെ അമ്മ സംശയിക്കരുതേ, ഞങ്ങൾ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് എല്ലാത്തിലും ഇങ്ങനെ ഞങ്ങൾ പറയണത് ശരിയാണോ? അങ്ങനെ അമ്മ അതങ്ങ് വിശ്വസിച്ച് അവരൊക്കെ പോവുകയാണ്. അങ്ങനെ നന്ദിതയ്ക്കും അതുപോലെ രാജശ്രീക്കൊക്കെ ചെറിയ സംശയം ഉണ്ടെങ്കിലും ഇതിനൊന്നും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അനന്തനും ചോദിക്കുന്നുണ്ട്, അച്യുതാ ഇത്രയ്ക്ക് കടന്ന കൈ വേണോ? ഏട്ടാ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ആ ഒരു യൂണിറ്റ് അവളങ്ങ് ഇടിച്ച് കളയുമെന്ന് പറഞ്ഞതല്ലേ, അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക. അവൾ ഇടിച്ച് കളയട്ടെ. നമുക്ക് നമ്മുടെ യൂണിറ്റ് ശരിയാക്കി ലൈസൻസ് കിട്ടി എടുക്കണോ, അതോ ഇവൾക്കൊരു പണി കൊടുക്കണോ? ഏട്ടൻ തന്നെ പറ. ഒന്നേ അവൾ അകത്ത് കിടക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇത് ശരിയാക്കി തരണം. ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ ഞാനൊരു കാര്യം പറയാം, കുടുംബത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യത്തിന് കൂട്ടു നിന്നിരിക്കുന്നത്. അവസാനം എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയാലുണ്ടല്ലോ ഏട്ടാ. മതി നീ ഒന്ന് നിർത്ത്. ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. ശരി. അങ്ങനെ അവരങ്ങ് പിരിയുക. ആര്യനും ധർമ്മനും കൂടെ ഈ കേട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വരുമ്പം മീനാക്ഷിയെ കാണാനായിട്ട് അകത്ത് കയറി ചെന്ന് കാണുമ്പോൾ തന്നെ ആര്യം പറയാം, ഏട്ടത്തി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഏട്ടത്തി വിഷമിക്കാതെ, ഞാനിത് തെളിയിച്ച് കൊണ്ടുവരും. അല്ല ആര്യ, കോടതിയിൽ തെളിയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്നും നാളെയൊന്നും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അറിയാമല്ലോ, അവധി ദിവസങ്ങളാണ്. 2 ദിവസം എനിക്കിവിടെ കഴിയേണ്ടി വരും. ഇല്ല, അങ്ങനെയൊന്നും കഴിയേണ്ടി വരില്ല. ഏട്ടത്തി ഒന്നും കൊണ്ടും പേടിക്കണ്ട. അതിനു മുമ്പേ സത്യം ഞാൻ തെളിയിച്ച് കൊണ്ട് തരും. ഇതിപ്പോൾ എന്താ ഇതിലൊരു ചതി നടന്നത്? ഏട്ടത്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ? ആകാശ് തന്നെ ഇതിൻ്റെ പിന്നിൽ. ആകാശേട്ടനോ? അതെ, ആകാശ് തന്നെയാ. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ എന്ന് ധർമ്മൻ പറയാട്ടോ. ആകാശ് ഒരിക്കലും നിന്നോട് അത് ചെയ്യില്ല. അത് മാമൻ അറിയാത്തൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. അറിയോ? എന്താടി മാമ? മീനാക്ഷി സ്റ്റോർസ് തുറക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടി എൻ്റെ പുറകെ നടന്നതല്ലേ? എങ്ങനെയെങ്കിലും ഗോമതി സ്റ്റോറിൽ നിന്ന് മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് കൊടുക്കില്ലെന്ന് വാശിയായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ ഫയൽ വരെ മാറ്റി വെച്ചവനാ ഈ ആകാശ്. അറിയോ? അന്ന് എൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്കന്ന് ജോലി പോവാതെ രക്ഷപ്പെട്ടത്, ഒരു തലനാരിക്ക്. അതിന് പകരം ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ അവൻ അത് പ്രയോഗിച്ചു. അവൻ അങ്ങനെ പ്രയോഗിക്കില്ല, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കില്ല മോളെ. ആകാശ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല, പ്രത്യേകിച്ചും നിന്നോട്. മാമ, ഈഗോ തലയ്ക്ക് പിടിച്ച് കയറിയല്ലേ ആരും എന്തും ചെയ്യും. അവിടെ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ അമ്മയെന്നോ ഒരു സ്ഥാനമില്ല. എന്നാലും ഏട്ടൻ അങ്ങനെ ചെയ്യുമോ മീനാക്ഷി ചേച്ചി? ആരും വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് ഉറപ്പുണ്ട് ഇത് ആകാശം തന്നെ ചെയ്തതാണ്. ശരി, അങ്ങനെയാണെങ്കിലേ ഞാനിത് തെളിയിച്ചു കൊണ്ടുവരാം. എന്തായാലും ഏട്ടത്തി വിഷമിക്കാതെ. ഏട്ടത്തിക്ക് ജയിലിലൊന്നും കിടക്കേണ്ടി വരെ, കോടതിയിലൊന്നും പോവേണ്ടി വരില്ല. അതിനു മുമ്പേ ഞാൻ കണ്ടുപിടിക്കും ഇതിലെന്താ ചതിയുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ CI-കാരൻ വന്നിട്ട് ആര്യനെ കുറേ വഴക്ക് പറയാട്ടോ. നീയൊക്കെ ആരാടാ, എന്താടാ ഇതിനകത്ത് കയറാൻ? എന്തിനാ നിന്നോടൊക്കെ പറഞ്ഞത്? അപ്പോൾ ആര്യനും ദേഷ്യം വരുന്നുണ്ട്. സാറിങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എന്തേ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നൂടെ? ആരുടെ അനുവാദം വേണം? വേണോടാ, ഞാനാടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടേ അകത്ത് കയറാവും. എടാ ചെക്ക, ഇവിടെ നീ ആരെ കാണാനാ വന്നതെന്ന് പറഞ്ഞു? ഇതെൻ്റെ ഏട്ടത്തി കാണാനാ വന്ന? ഓ, ഏട്ടത്തി ഇവളോ? അതൊക്കെ അങ്ങ് വീട്ടിൽ. ഇതിപ്പോൾ കൈക്കൂലി കേസിൽ പ്രതിയായ ഒരുത്തിയാ. അവളോട് ഇതിനും നയത്തിലൊന്നും ഞങ്ങൾക്ക് പെരുമാറാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അവസാനം മീനാക്ഷിക്കും നല്ല ദേഷ്യം പറഞ്ഞുണ്ട്. സാർ എന്തേലും പറയട്ടെ, എന്നെ പറഞ്ഞു ആരെയും ഒന്നും ചെയ്യല്ലേന്ന് പറഞ്ഞു അവരങ്ങോട്ടും ഇങ്ങോട്ടും കയ്യങ്കളി ആവുക കേട്ടോ. അവസാനം ധർമ്മൻ പറഞ്ഞിട്ട് മതി ആര്യ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ. എടാ ചെറുക്ക, നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ, നിന്നെ പിടിച്ച് തൂക്കിനകത്ത് ഇടും, മനസ്സിലായല്ലോ? നിൻ്റെ ഏട്ടത്തെ രക്ഷിക്കണമെങ്കിലേ തെളിവ് സഹിതം കൊണ്ടുപോവാ. കോടതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും ഹാജരാക്കാൻ. അവിടെ ചെന്നിട്ട് തെളിവ് നിനക്ക് ഹാജരാക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ ഏട്ടത്തെയും കൊണ്ട് പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ 15 ദിവസം റിമാൻഡിൽ ഞങ്ങൾ വാങ്ങും. സാറേ, കൂടുതലങ്ങ് പേടിപ്പിക്കല്ലേ. നിങ്ങളിവിടുന്ന് കോടതിയിലും ഹാജരാക്കില്ല. അതിനു മുമ്പേ ഞാൻ എൻ്റെ ഏട്ടത്തെ എങ്ങനെ കൊണ്ടുപോകണം, രക്ഷിക്കണമെന്ന് തെളിവ് സഹിതം തന്നെ ഇവിടെ കൊണ്ടുവരും. പറഞ്ഞ് മനസ്സിലായോ?
കാണാടാ എന്നും പറഞ്ഞ് ആര്യം വാശിയായിട്ട് പോവാട്ടോ. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കൊരു സമാധാനമാണ്. പുറത്ത് വന്നിട്ട് മിത്രയോടും അച്ഛനോടൊക്കെ കാര്യം പറയാണ്. എന്നിട്ട് ചോദിക്കാണ്ട് എന്താണ് സംഭവം, ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്ന വെച്ചാൽ ഇനി എന്താ ചെയ്യുക. അപ്പോൾ ബാലൻ പറയാ, എടാ മീനാക്ഷി ഈ ഒരു അവസ്ഥയിൽ കാണാൻ എനിക്കാവുന്നില്ല, എനിക്ക് മനസ്സ് തകർന്നു പോവുക അവളിങ്ങനെ നിൽക്കുന്ന കാണാൻ. അവൾ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവളെ കോടതിയിലേക്ക് വിടാൻ അനുവദിക്കരുത്, അതിന് മുന്നേ രക്ഷിക്കണം. ശരി അച്ഛാ, നമുക്ക് കണ്ടുപിടിച്ച് ശരിയാക്കാം, സമാധാനപ്പെട്ട്. നിന്നെക്കൊണ്ട് പറ്റുമോ ആര്യ? പറ്റുമോ അച്ഛാ? പിന്നെ ആകാശേട്ടൻ എന്തെങ്കിലും ചോദിക്കാട്ടോ, അവൻ്റെ കാര്യം എന്നോട് മിണ്ടി പോകരുത്, അവനാ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ എന്നും പറഞ്ഞു ബാലൻ. എന്നിട്ട് മിത്രയോട് ചോദിക്കാട്ടോ. മിത്ര പറയുന്നുണ്ട്, ആകാശേട്ടൻ അച്ഛൻ തല്ലിയായിരുന്നു, അതുകൊണ്ട് ആകാശേട്ടൻ ഇവിടെ എവിടെയോ മാറി നിൽപ്പുണ്ട്. പക്ഷേ ആകാശേട്ടനാണ് ഇത് ചെയ്തതെന്ന് ചേച്ചിയും പറയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല, ഇതിൽ വേറെ എന്തോ ചതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി സമയമില്ല, എത്രയും വേഗം ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ആര്യനും ധർമ്മനും കൂടെ അങ്ങനെ പോവാട്ടോ. വീട്ടിലാണെങ്കിൽ നമ്മളെ ഗോമതിക്ക് ആകെ ടെൻഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം, മീനുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരേ ബഹളം. പക്ഷേ നമ്മുടെ ദേവിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല, അമ്മ ഒന്ന് സമാധാനപ്പെട്. അപ്പോൾ പിന്നെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, വെള്ളം വേണം എന്നൊക്കെ ഗോമതി അങ്ങോട്ട് പറയാൻ തുടങ്ങി. അതും കൂടെ കേൾക്കുമ്പോൾ ഇവിടെ അനുമോൾക്കൊക്കെ ടെൻഷനാവുക കേട്ടോ. അവർ പെട്ടെന്ന് വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. അതൊക്കെ കുടിച്ചിട്ട് പറയാട്ടോ, എന്തിനാ ഈശ്വര ദൈവം നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഒന്ന് മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ ദൈവമേ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈശ്വരൻ നമ്മളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ സ്വയം പഴിച്ചാരുകയാണ്. ദേവി അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അതെയോ അമ്മേ, ഇതൊക്കെ ഞാൻ കാരണം തന്നെയാണ്, ഞാനാണ് ഇതിനെല്ലാത്തിനും കാരണം, എൻ്റെ കാര്യം കൊണ്ടാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുന്നതെന്ന് ദേവി പറയാട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ നീ അങ്ങനെ പറയുന്നത്, നീ എന്താ പ്രശ്നം? അത് അമ്മേ, എനിക്ക് ചില കാര്യങ്ങൾ അമ്മയോട് പറയണം എന്ന് പറയാം. എന്താ മോള് പറഞ്ഞോ? അതമ്മേ, ഞാനത് എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും കേട്ടോ. ഞാൻ അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പണക്കാരിയൊന്നും അല്ല എന്നിങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഗോമതി പറയാം, എനിക്കറിയാം നീ പറഞ്ഞു വരുന്നത് എന്താണ്, കുഞ്ഞിൻ്റെ കാര്യമല്ലേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ, നീ കാരണമല്ലല്ലോ അത് പോയത്, നമുക്ക് വിധിച്ചിട്ടില്ല, അതുകൊണ്ട് പോയി, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ ഗോമതി സമാധാനപ്പെടുത്താട്ടോ. അതിനിടയ്ക്ക് മിത്രയെ ഒന്ന് ഫോണിൽ വിളിക്കും, മോളെ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണമല്ലോ എന്ന്. അങ്ങനെ മിത്രേനെ ഫോണിൽ വിളിച്ച് കൊടുക്കുകയാണ്. മിത്ര സംസാരിക്കുക കേട്ടോ. സംസാരിക്കണതിൻ്റെ കൂട്ടത്തിൽ മീനാക്ഷി ചേച്ചിക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആകാശ് എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ആകാശ് ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, പാവം മീനാക്ഷിക്ക് ഇങ്ങനെ സംഭവിച്ചില്ല, ആകാശ് ചേട്ടൻ നല്ല വിഷമം ഉണ്ടാവൂലേ മോളെ എന്നിങ്ങനെ ദേവിയും ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മിത്രയ്ക്ക് അതിന് മറുപടിയൊന്നും പറയാൻ പറ്റണില്ല കേട്ടോ. കാരണം അവിടെ നടന്ന പ്രശ്നങ്ങൾ ഇനി പറഞ്ഞ് ഇവരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നും വെച്ചിട്ട് മിത്ര പറയാം, അയ്യോ ചേച്ചി, അതെ ഞാൻ ഫോൺ വെക്കട്ടെ, ഇനിയിപ്പോൾ ചേച്ചിക്ക് ആഹാരം കൊടുക്കാനുള്ള സമയമായി, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് വെക്കാം കേട്ടോ. ആ സമയം ബാലനാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി വരുന്നുണ്ട്. എന്നിട്ട് മിത്രയോട് പറയാം, മോളെ ഇവിടങ്ങളിൽ എല്ലായിടും ഭയങ്കര തിരക്കാണ് ഹോട്ടലുകളിൽ, അതാ ഫുഡ് കൊടുക്കാൻ കൊണ്ടുവരാനായിട്ട് ഇത്രയും ലേറ്റായത്. ശരി വാ, നമുക്ക് മീനുവിന് ആഹാരം കൊടുക്കാം എന്നും പറഞ്ഞവർ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പോലീസുകാരൻ തടയാട്ടോ. അയാൾ പറയുന്നുണ്ട്, ഇവിടെ അതൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല സാറേ, എനിക്ക് സാറിന് പരിചയമുള്ളതല്ലേ, അതൊക്കെ അങ്ങ് ഗോമതി സ്റ്റോറിൽ, ഇവിടെ അങ്ങനെയല്ല. ശരിയായിരിക്കും, പക്ഷേ പാവം അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവരിവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവൾക്ക് ഞങ്ങൾ തന്നെ ആഹാരം കൊടുത്താൽ ഇത്തിരിയെങ്കിലും ഒരു ആശ്വാസമാവും, അതുകൊണ്ടാണ്. എന്നാൽ ഒരു കാര്യം ആരെങ്കിലും ഒരാൾ കൊണ്ട് കൊടുക്കുക. അങ്ങനെ മിത്ര തന്നെയാണ് ഫുഡും കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. മീനാക്ഷിയെ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് കരയാണ്. മീനാക്ഷി പറയാം, അയ്യേ മോളെ, നീ ഒരു പോലീസുകാരി ആവാനുള്ളതല്ലേ, അങ്ങനെയുള്ളവരാണോ ഇത്രയ്ക്ക് തളർന്നു പോകുന്നത്? അതല്ല, എന്നാലും എൻ്റെ മീനു ചേച്ചി ഇങ്ങനെ കാണാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ടാണ്. സാരമില്ല മീനു ചേച്ചി, എത്രയും വേഗം രക്ഷപ്പെടുത്താൻ നോക്കാം. എന്ത് നോക്കാം, വീട്ടിലുള്ളവർ തന്നെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്. ചേച്ചി എന്താ ഈ പറയണത്? ആകാശ് തന്നെ മോളെ ഇതിൻ്റെ പിന്നിൽ, അല്ലാതെ വേറെ ആരുമല്ല. അല്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആകാശേട്ടന് മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞല്ലേ ജീവനാണ്. ഇത്രമാത്രം സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരാളിനെ ചതിക്കാൻ കഴിയുമോ? പറ്റും. ഒരു ഈഗോ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലേ? എത്രയോ നാളായിട്ട് എൻ്റെ പുറകെ നടക്കുന്നറിയാമോ ആ ലൈസൻസ് ഒന്ന് ശരിയാക്കി കൊടുക്കാനായിട്ട്. അത് ന്യായമല്ലാത്തത് കൊണ്ടാണ് മോളെ ഞാനത് ചെയ്യാത്തത്. പക്ഷേ എനിക്ക് പേടിയില്ല. എന്താണെന്നറിയോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല. ചേച്ചി കൂളായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തതായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായമല്ലാത്ത കാര്യത്തിന് കൂട്ടു നിന്നിട്ടുമില്ല, കൈക്കൂലിയായിട്ട് ആരോടും ചോദിച്ചിട്ടുമില്ല, ഒന്നും വാങ്ങിയിട്ടുമില്ല. പിന്നെ ഞാൻ ആരെ പേടിക്കണം? അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ നിൽക്കാനും പറ്റുള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷേ ചേച്ചി വിചാരിക്കുമ്പോൾ ആകാശേട്ടൻ തെറ്റുകാരനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുടെയൊക്കെ ധാരണയാണ്. എനിക്കറിയാമെന്നുള്ളത് പോലെ നിങ്ങൾക്കറിയോ ആകാശിനെ? മിത്രേ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ അന്നൊരു ദിവസം എൻ്റെ ഒരു ഫയലെടുത്ത് മാറ്റി വെച്ചത്, ഓർക്കുന്നുണ്ടോ നീ? അതൊക്കെ ശരിയാ, പക്ഷേ ഇത്രയും വലിയൊരു ചതി ചെയ്യുമോ?
എനിക്ക് പക്ഷേ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നടന്നത് വേറെ എന്തോ ചതിയാവാനാണ് ചാൻസ്. ആകാശേട്ടൻ അറിയാതെ നടന്നതായിരിക്കാം. കാരണം നിങ്ങളുടെ ഓഫീസിലെ ആ വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡല്ലേ പൈസ അവിടെ കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ മുഖേന ഒന്ന് ആലോചിച്ചാലോ? എങ്ങനെയാ ഹസ്ബൻഡ് നേരിട്ട് ആകാശേട്ടൻ വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയോ, അതോ ഇവിടെ കൊണ്ട് എന്താണ് അവിടെ നടന്ന സംഭവം നമുക്ക് അറിയില്ലല്ലോ, അവിടെ പോലും നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്നിങ്ങനെ മിത്ര ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മീനാക്ഷിക്ക് ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്, ഒരു സ്കോപ്പൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും വീണ മേഡം നല്ലൊരു വ്യക്തിയാണ്, അവരുടെ ഭർത്താവ് എന്തായാലും ആരെയും ചതിക്കാനും പോകുന്നില്ല എന്ന് മീനാക്ഷിയും പറയാം കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.